നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ അതുപോലെ നടക്കുന്നുണ്ടോ, അതും നിർത്തിവെച്ചിട്ടുണ്ടോ, അതോ ഇനിയുള്ള ഗ്യാപ്പ് കിട്ടുമ്പോഴേക്കും ഈ ശ്രദ്ധ മാറുമ്പോഴേക്കും വീണ്ടും ഈ നിർമ്മാണങ്ങൾ തുടരും അവിടെ? ശ്രദ്ധ മാറുമ്പോൾ നിർമ്മാണ പ്രവർത്തികൾ തുടരുക, അതാണ് എല്ലായിടത്തും ഈ കയ്യേറ്റക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പതിവ് രീതി. ആ രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ നടന്നത്. നമ്മളിപ്പോൾ ഈ ഇവിടുത്തെ തൊട്ടടുത്തുള്ള കെട്ടിട നിർമ്മാണങ്ങളിലേക്ക് പോയാൽ തന്നെ ആ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് റവന്യൂവിൻ്റെ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുന്ന സമയത്താണ്. റവന്യൂ ആദ്യത്തെ ഈ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയപ്പോൾ തന്നെ വില്ലേജ് ഓഫീസർ എത്തി അവിടെ ഒരു സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. പക്ഷേ ആ സ്റ്റോപ്പ് മെമ്മോ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയ നിർമ്മാണ പ്രവൃത്തിയിലേക്ക് പിന്നീട് ഈ സജിത് ജോസഫും കൂട്ടരും ഇതിനകത്ത് പോവുകയും ചെയ്തത്. കാരണം അതിൽ അവർക്ക് അപ്പോൾ തുണയായത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഒരു പെർമിറ്റ് നൽകിയിരുന്നു. ആ പെർമിറ്റ് ഉപയോഗിച്ച് അവർ പണിയായിരുന്നു. പക്ഷേ റവന്യൂവിൻ്റെ സ്റ്റോപ്പ് മെമ്മോ കണക്കിലെടുക്കാതെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ ഒരു നടപടിയും എടുത്തില്ല. അതിൻ്റെ ബലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ വരികയും SIT റിപ്പോർട്ടുകളൊക്കെ വരികയും ചെയ്ത ശേഷവും ഇത്തരത്തിൽ ഒരു കുരിശ് സ്ഥാപിക്കാനായിട്ടുള്ള ഒരു ധൈര്യം ഈ സജിത് ജോസഫിന് ഉണ്ടായതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നടന്ന ഒരു സംഭവമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇവിടെ പരിശോധന നടത്തിയ റവന്യൂ സംഘത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. നമ്മളത് ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിടുകയും ചെയ്തു. ഇന്ന് രാവിലെ തന്നെ അക്കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം കഴിഞ്ഞ ഫെബ്രുവരി 24 നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഈ കുരിശ് സ്ഥാപിച്ച സ്ഥലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവിടെ പൊടുന്നനെ ഒരു കുരിശ് വരികയായിരുന്നു. ആ കുരിശ് പുറത്ത് നിന്ന് നിർമ്മിച്ചു കൊണ്ടുവന്നതാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് സ്റ്റോപ്പ് മെമ്മോ നൽകിയ ശേഷമുള്ള നിർമ്മാണ പ്രവൃത്തി എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റവന്യൂ സംഘം അടിയന്തരമായ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ ആ കുരിശിന്റെ ആ കീഴ്ഭാഗം വെച്ചുകൊണ്ട് വലിയ കട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് കട്ട് ചെയ്ത് താഴെ ഇറക്കാനുള്ള ഒരു നടപടികളിലേക്കാണ് ഇപ്പോൾ റവന്യൂ സംഘം പോകുന്നത്. സംരക്ഷണത്തിന് ഈ പീരുമേട്ടെ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം റവന്യൂ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവർ കൂടുതൽ തൊഴിലാളികളെ എത്തിച്ചുകൊണ്ട് കട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട്, കോൺക്രീറ്റ് കട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ കുരിശിന്റെ താഴ്ഭാഗം കട്ട് ചെയ്ത് താഴേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ദിവിഷ്, ഈ സജിത്ത് എന്ന് പറഞ്ഞ ആളെ എവിടെയാണ് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഇതുവരെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അയാളുടെ എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭ്യമാണോ? പിന്നെ ദിവിഷ്, സജിത് ജോസഫിന്റെ പ്രതികരണങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. നേരത്തെ അദ്ദേഹം പാസ്റ്ററായിരുന്നു. പിന്നീട് അദ്ദേഹം ധ്യാന പരിപാടികളൊക്കെ നടത്തുന്ന ഒരാൾ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ ധ്യാനങ്ങളൊക്കെ തന്നെ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പെരുന്തമ്പാറയിലെ ഈ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് ഇത്രയും ഭൂമിയിൽ വലിയ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടത്തി ഏതാണ്ട് 100-400ഓളം പേർക്ക് താമസിക്കാൻ കഴിയുന്നൊരു സംവിധാനം അടക്കം ഇതോടൊപ്പം അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് SITയുടെ പരിശോധനയിൽ വ്യക്തമായത്. അദ്ദേഹം ഇവിടെ ഒരു ധ്യാനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് വേണം ഈ നിർമ്മാണ പ്രവൃത്തികളൊക്കെ തന്നെ നടത്തിയത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. എന്തായാലും വലിയൊരു പടുതാക്കുളമൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ പടുതാക്കുളമൊക്കെ തന്നെ ഭാവിയിൽ വലിയ ഭീഷണിയായി മാറാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് SIT അടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ പടുതാക്കുളത്തിന് സുരക്ഷാ ഭീഷണി അടക്കമുണ്ട് എന്നതാണ് അവർ പറയുന്നത്. വലിയ രീതിയിൽ വെള്ളം കെട്ടി നിൽക്കാൻ കഴിയുന്ന രീതിയിലാണ് ആ മലമടക്കിൽ വലിയൊരു കുളം തന്നെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതിനോട് ചേർന്നാണ് ഇപ്പോൾ ഈ കൂറ്റൻ കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഒരു മലമടക്കിലാണ് ഈ വലിയ കുരിശ് കൊണ്ടുപോയി സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങോട്ടേക്ക് ആ വലിയ കുരിശ് എത്തിക്കാൻ തന്നെ വലിയ ശ്രമകരമായ ഒരു ജോലി തന്നെ വേണ്ടിവരും. പക്ഷേ എന്തായാലും പെരുന്തമ്പാറയിലെ അനധികൃതമായി സ്ഥാപിക്കപ്പെട്ട കുരിശ് പൊളിച്ചു മാറ്റാനുള്ള നടപടികളാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് കൈക്കൊള്ളുന്നത്. മാതൃഭൂമി ന്യൂസ് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ നടപടികളിലേക്ക് അതിവേഗത്തിൽ തന്നെ റവന്യൂ എത്തിയത്. നമുക്ക് ഈ വാർത്തകൾ തുടരാം.